أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ അള്ളാഹിന്റെ കലാമ് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പാരായണം ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മൾ മഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഓരോ അക്ഷരങ്ങളും എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ പറയണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകം മനസ്സിലാക്കുക, ഇൻഷാ അല്ലാഹ് നമ്മൾ ഏകദേശം മഖാരിജുൽ ഹുറൂഫ് പൂർത്തിയാവാറായി. അൽഹംദുലില്ലാ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ച ഓരോ കാര്യങ്ങളും അത് അതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പരിശ്രമിക്കുക. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, എനിക്ക് കുറെ പ്രായമായി, ഇതൊക്കെ പണ്ടേ പഠിക്കേണ്ടതാണ് എന്നൊക്കെ ചിന്തിച്ച് പിന്മാറേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. അല്ലാഹു തആല അത് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഓതാൻ പറ്റും. അതുകൊണ്ടാണ് അത് അങ്ങനെ അവതരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എങ്ങനെയാണോ അവതരിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഓതാനും അത് പാരായണം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലദീന ആതൈനഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. നമ്മൾ അതിന്റെ എല്ലാ ഹഖും, വെറും പാരായണം മാത്രമല്ല, ഏറ്റവും ഭംഗിയായ ഓതൽ മാത്രമല്ല, അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ആ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അതിന്റെ പാരായണം എന്നുള്ളത്. അപ്പൊ അതുകൂടെ ഏറ്റവും നല്ലതാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തജ്വീദ്, നമ്മൾ ഫസ്റ്റ് തജ്വീദിന്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തജ്വീദ് എന്നുള്ളത് 3 കാര്യങ്ങളിൽ അടങ്ങുന്നതാണ്. അപ്പൊ അതിൽ ഒന്നാമത് അതിന്റെ മഖ്റജാണ്, രണ്ടാമത്തത് അതിന്റെ സിഫത്താണ്, മൂന്നാമത്തതാണ് റൂള്. അപ്പൊ നമ്മൾ തജ്വീദിനെ 3 ഭാഗമാക്കുകയാണെങ്കിൽ നമ്മൾ മഖ്റജും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ സിഫത്തും നമ്മൾ ഏകദേശം ഓരോ അക്ഷരം പറയുമ്പോഴും അതിന് വരുന്ന പ്രത്യേകതകൾ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ തജ്വീദിന്റെ 2/3 ഭാഗം നമ്മൾ പൂർത്തിയാക്കി. അഥവാ ഒരു അക്ഷരം ഏറ്റവും ശരിയായ രീതിയിൽ അതിന്റെ എല്ലാ സിഫത്തുകളും പാലിച്ചുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായി, തജ്വീദിന്റെ 2/3 ഭാഗം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഒരു ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നിയമങ്ങൾ അഥവാ നൂൻ സാക്കിന, മീം സാക്കിന, മദ്, അങ്ങനെയുള്ള നിയമങ്ങൾക്കാൾ ഒരു പടി മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം. അതെന്ന് വെച്ചിട്ട് നിയമങ്ങൾ ശ്രദ്ധിക്കണ്ട എന്നല്ല, പക്ഷെ അക്ഷരങ്ങൾ മാറിപ്പോയാൽ അർത്ഥ വ്യത്യാസം വരും. നിയമങ്ങൾ എല്ലാതൊന്നും മാറി എന്ന് വെച്ചിട്ട് അവിടെ അർത്ഥത്തിലൊന്നും വ്യത്യാസം വരാൻ സാധ്യത വളരെ കുറവാണ്. അക്ഷരങ്ങൾ മാറുമ്പോൾ അതിന്റെ ചില അക്ഷരങ്ങളുടെ സിഫത്ത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് വരും, അവിടെ വലിയ വ്യത്യാസം വരും. നമുക്കൊക്കെ അറിയാം, കൽബുനും കെൽബുനും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് രണ്ടും ഉച്ചാരണത്തില്. എന്നാൽ വലിയ വ്യത്യാസമാണ് എന്ത്, ആ അക്ഷരങ്ങൾ മാറുമ്പോൾ. അതുപോലെ തന്നെ ഖൽഖ് എന്ന് പറഞ്ഞ സൃഷ്ടിയാണ്, എന്നാൽ ഹൽഖ് എന്ന് പറഞ്ഞ ഇപ്പൊ അതെന്തായി, തൊണ്ടായിട്ട് മാറി. അപ്പൊ ചെറിയ ചെറിയ നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ കാരണം എന്ത് സംഭവിക്കാം, വലിയ അർത്ഥത്തിൽ വ്യത്യാസം വരാം. നമ്മൾ ആ ഒരു രീതിയിൽ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ഹക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ പാരായണത്തിൽ തജ്വീദിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രാവർത്തനത്തിൽ അഥവാ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. മൻജദ്ദ വജദ എന്നാണ്. അതുകൊണ്ട് മാക്സിമം പരിശ്രമിക്കുക. ചിലപ്പോൾ പല ആൾക്കാരും നമ്മളെ കളിയാക്കും, ഇത്ര പ്രായമായിട്ടും എന്താ ആ ബാറ്റ അല്ലെങ്കിൽ അലിഫ് ബാറ്റ എന്നൊക്കെ പറയുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യം അത് ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ ഓതാ എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ബറകല്ലാഹു ഫീക്കും. അപ്പൊ നമ്മൾ മഖാരിജുൽ ഹുറൂഫിലെ 4ാമത്തെ വീടായിട്ടുള്ള അഥവാ 4ാമത്തെ മഖ്റജ് ആം ആയിട്ടുള്ള അൽ ലിസാൻ ആണ് ചർച്ച ചെയ്യുന്നത്. അൽ ലിസാനിലെ ആദ്യത്തെ എന്താ പറയാ, റൂമിൽ നിന്നുള്ള 2 അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഖസൽ ലിസാൻ, അവിടുന്ന് ആദ്യത്തെ ഫ്ലോറിൽ നിന്നുള്ള 2 റൂമിൽ നിന്നായിട്ട്, അഥവാ എന്താണ്
നാവിന്റെ അങ്ങേയറ്റം സോഫ്റ്റ് പാലറ്റിലും ഹാർഡ് പാലറ്റിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ 2 ലെറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കോഫും ക്യാഫും. മിഡിൽ നിന്ന് വരുന്ന ജീംഷീനിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് വരുന്ന അഥവാ ഹാഫത്തുൽ ലിസാൻ നിന്ന് വരുന്ന വാദും, അതുപോലെ തന്നെ മുന്നിലുള്ള ഹാഫത്തുൽ ലിസാൻ അഥവാ നാവിന്റെ ബാക്കിലുള്ള വശങ്ങളും യൂസ് ചെയ്യും, മുന്നിലുള്ള വശങ്ങൾ യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സ് പറയും. മുമ്പിൽ നിന്ന് വരുന്ന ലാമും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തറഫുൽ ലിസാനായ വലിയൊരു റൂമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11ഓളം അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നുള്ള നൂൻ റ നമ്മൾ ഡിസ്കസ് ചെയ്തു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ 3 ഗ്രൂപ്പായിട്ട് വരുന്നതിലെ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് ആയ ത, ദാൽ, ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അഥവാ നാവിന്റെ അറ്റം, ടിപ്പ് ഓഫ് ദ ടങ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? മുകളിലുള്ള പല്ലിന്റെ ഗം ലൈനിൽ, അല്ലെങ്കിൽ റൂട്ട്, വേര് എന്നൊക്കെ പറയാം. അവിടെ ടച്ച് ചെയ്തിട്ടാണ് പറയേണ്ടത്. ത, ദാൽ, ത. അതിൽ ത ഹെവി ലെറ്റർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഇനി നമുക്ക് നാവിന്റെ അറ്റത്ത് നിന്ന് തന്നെ അഥവാ തുറക്കുന്ന തന്നെ വരുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഥവാ ഈ 3 ലെറ്റേഴ്സും എന്താണ്? ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഏതൊക്കെയാണ്? സ്വാദ്, സീൻ, സ. സ എന്നും പേരുണ്ട്, അതുപോലെ തന്നെ സായ് എന്നും പറയും. സ, അലിഫ്, മദ്, യ അങ്ങനെയും ഈ അക്ഷരത്തിന് ഉച്ചരിക്കാറുണ്ട്. 2 രീതിയിൽ പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് സ എന്ന് പറയാം. ഓക്കെ, സ്വാദ്, സ, സീൻ. ഇതെവിടെയാണ് ടച്ച് ചെയ്യുന്നത്? നാവിന്റെ അറ്റം. ഓക്കെ, തറഫുൽ ലിസാൻ. അത് എവിടെയാണ് ടച്ച് ചെയ്യുക? അഥവാ താഴെയുള്ള പല്ലിന്റെ ഉള്ളിലുള്ള ഭാഗത്ത്. ഓക്കെ, നമ്മുടെ മുന്നിലുള്ള, നമ്മൾ നെ കുറിച്ച് പറഞ്ഞത് എവിടെയാണ്? മുകളിലുള്ള മുൻപല്ലുകൾക്ക്. എന്നാൽ സ്വാദ്, സീൻ, സ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? താഴെയുള്ള മുൻപല്ലുകളിൽ. താഴെയുള്ള മുൻപല്ല്, പല്ലിനല്ല, എക്സാക്ട് പല്ലിനല്ല ടച്ച് ചെയ്യുക, പല്ലിന്റെ ബാക്കിലുള്ള അഥവാ താഴെയുള്ള ആ ഒരു എന്താ പറയാ ഭാഗത്താണ് ടച്ച് ചെയ്യേണ്ടത്. പല്ലിന് പോയിട്ട് തട്ടിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, അവിടെയാണ് നമ്മുടെ നാവ് തട്ടുന്നതെങ്കിലും സൗണ്ട് പുറത്തേക്ക് പോകുന്നത് മുകളിലെയും താഴെയും ഉള്ള പല്ലിന്റെ, 2 പല്ലിന്റെയും ഇടയിലൂടെയുള്ള ഒരു ഗ്യാപ്പിലൂടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. 2 പല്ലും കൂടെ അടച്ചു പിടിച്ചിട്ട് ഈ 3 അക്ഷരങ്ങളും പറയരുത്. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുക. ഓക്കെ, നമ്മുടെ നാവിന്റെ അറ്റം താഴത്തെ പല്ലിന്റെ ആ ഉള്ളിലുള്ള ഭാഗത്താണ് ടച്ച് ചെയ്യുക, അവിടെയാണ് നമ്മുടെ നാവിന്റെ അറ്റം വെക്കേണ്ടത്. പക്ഷേ സൗണ്ട് പുറത്തേക്ക് പോകുന്നത് താഴത്തെ പല്ലിന്റെയും മുകളത്തെ പല്ലിന്റെയും, മുന്നിലുള്ള 2 പല്ലിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ചില തജ്വീദിന്റെ നോട്ട്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, സ്വാദ്, സീൻ, സയുടെ മഖ്റജ് പറയുമ്പോൾ താഴെ മുൻപല്ലിന്റെ മുകൾ ഭാഗവും മുകളിലെ മുൻപല്ലിന്റെ താഴ്ഭാഗവും അഥവാ 2ന്റെ ഇടയിൽ അവിടെ വെക്കണം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് നാവിന്റെ അറ്റം. പക്ഷെ ഏറ്റവും ശരിയായ രീതി നാവിന്റെ അറ്റം താഴത്ത് വെക്കുന്നത് തന്നെയാണ്. താഴത്തെ പല്ലിന്റെ ആ ഒരു ഉൾഭാഗത്ത്, സൗണ്ട് ആണ് അതിന്റെ ഇടയിലൂടെ പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. നമുക്ക് നോക്കാം ഫസ്റ്റ് ലെറ്റർ ആയ സ്വാദ്. ഓക്കെ, എന്താണ്? നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? താഴത്തെ പല്ലിന്റെ. അപ്പൊ ഈ പിക്ചറിൽ നോക്കിയാൽ എക്സാക്ട് പല്ലിലാണ് ടച്ച് ചെയ്യുന്നത്. അത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, അത് പിക്ചറിൽ കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മുടെ നാവിന്റെ അറ്റം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പല്ലിൽ അവിടെ തട്ടണില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? താഴത്തെ പല്ലിന്റെ ആ ഒരു ഉൾഭാഗത്ത്, അവിടെയാണ് തട്ടിക്കേണ്ടത്. ഓക്കെ, എന്നാ സൗണ്ട് ഏതിലൂടെയാണ് പുറത്തു പോകുന്നത്? നമ്മളിപ്പോ കണ്ടു, സൗണ്ട് പുറത്തു പോവുക എവിടെയാണ്? ഈ 2 പല്ലിന്റെയും ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് കളിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ആ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോവുക. അപ്പൊ സൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാല്, ഇതിലൂടെ സൗണ്ട് എന്താകും? ഇങ്ങനെ വരും. എന്നിട്ട് എവിടേക്കാണ് പോകുന്നത്? താഴത്തെ പല്ലിന്റെ അവിടെ ടച്ച് ചെയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ചെന്താകാണ്? ഇതിലൂടെ പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് സൗണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെറ്ററിന് എന്തുണ്ട്? ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, നമുക്ക് കേട്ടോക്കാം. ഔസ്. ഓക്കെ, ഔസ് എന്ന് പറയുമ്പോൾ ഒരു എന്നുള്ള സൗണ്ട്, ഒരു എന്നുള്ള സൗണ്ട് എന്താവുന്നുണ്ട്? എക്സ്ട്രാ വരുന്നുണ്ട്. അഥവാ ഒരു വിസിലിന്റെ ഒരു സൗണ്ട്. ഇതിന്റെ സൗണ്ട് പോകുന്നതും ഏകദേശം ഒരു വിസിൽ ടൈപ്പാണ്. നമുക്കറിയാം വിസിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംഭവമാണ് അല്ലെ.
ഇങ്ങനെയാണ് എന്തുണ്ടാവുക, വിസിലുണ്ടാവുക, നമുക്കറിയാം. ഓക്കെ, വിസിലറിയില്ലേ? ഓക്കെ, അപ്പം അതുപോലെയാണ് എന്താവുന്നത്, ഈ ലെറ്ററിന്റെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം. സെക്കൻഡ്. അഥവാ ഇവിടുന്ന് സൗണ്ട് വരുന്നു, അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോയി, പിന്നെ എവിടെയാണ് ടച്ച് ചെയ്യുക? സ്വാഭാവികമായിട്ടും അതിന്റെ മഖ്റജിൽ പോയി ടച്ച് ചെയ്യണം. അപ്പൊ അവിടെ ടച്ച് ചെയ്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ പിന്നെ ഇങ്ങോട്ടേക്ക് പോകാൻ എന്തില്ല, സ്പേസ് ഇല്ല, അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. പിന്നെന്താ വേണം? അതിന് തിരിച്ച് മുകളിലോട്ടേക്ക് പോകണം, തിരിച്ച് ആ ഗ്യാപ്പിലേക്ക് പോകണം. അപ്പോൾ മാത്രമേ ആ സൗണ്ടിൽ എന്താക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും? സൗണ്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവും, എന്നിട്ട് ഇതിലൂടെ പുറത്ത് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നുണ്ട്, വീണ്ടും തിരിച്ചു മുകളിലേക്ക് പോയി അതിലൂടെ പുറത്തേക്ക് വരാണ്, അതിന്റെ കുറച്ച് മുകളിലോട്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു സൗണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രത്യേകം എസ് അല്ലെങ്കിൽ ഔസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട സൗണ്ട് ഒന്നല്ല, അതെന്തായിക്കോളും, അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. എങ്ങനെ? നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നാവ് വെച്ചാൽ ആ സൗണ്ട് കറക്റ്റ് വന്നോളും. ഓക്കെ, ഔസ്, യസ്, ഔസ്. ആ ഒരു അഫ് അത് ഹെവി സ്വാദായതുകൊണ്ട് സ്വാദിന്റെ കൂടെയുള്ള സൗണ്ട് എന്തായിരിക്കും? ഹെവി സൗണ്ട് ആയിരിക്കും. ഓക്കെ, ഷേഖിന്റെ ഇത് നമുക്ക് ഒന്നുകൂടെ കേട്ടോ. ഓക്കെ, അതല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് മുസ്ലിഹൂൻ മുസ്ലിഹൂൻ പെട്ടെന്ന് പോരുത്. ഓക്കെ, അപ്പൊ അതുപോലെ ഈ ലെറ്റർ എന്താണ്? ഹംസിന്റെ ലെറ്റർ ആണ്. എയർ പുറത്തേക്ക് പോകുന്നുണ്ട്, സൗണ്ടും എന്താവുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ റഹാബയുടെ ലെറ്റർ ആണ്. നമുക്കറിയാം, നാവിന്റെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഹെവി ലെറ്റർ ആണ്, ഇസ്തിഅലായിന്റെ അക്ഷരാണ്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ എന്താണ്, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സൗണ്ട് അവിടെ കംപ്രസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം സ്വാദ് എന്തായിരിക്കും? ഇത്ബാഖിന്റെ അക്ഷരാണ്. അതുപോലെ തന്നെ സ്വാദിൽ ഒരു സ്പെഷ്യൽ സിഫ ഉണ്ട്, അഥവാ സൊഫീർ എന്ന് പറയും, അഥവാ വിസ്ലിംഗ് സൗണ്ട്. അതാണ് അതിന് മീനിങ് വരുന്നത്, അഥവാ ഒരു ചൂളമടിക്കുന്ന ശബ്ദം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ സ്വാദ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ലെറ്റർ സീൻ. സീനും സ്വാദിനെ പോലെ തന്നെയാണ് എന്താണ്, നാവിന്റെ അറ്റം താഴത്തെ മുൻപല്ലിന്റെ ആ ഒരു ഉൾഭാഗത്തനാണ് ടച്ച് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലൂടെയാണ് സൗണ്ട് പുറത്തു പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ സ്വാദ് പറഞ്ഞതും സീന് പറഞ്ഞതിലും സൗണ്ടിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട് അല്ലെ? നിങ്ങളുടെ നോക്കാം. ഒന്ന് ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ലെറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ അതാണ്. അഥവാ ഇവിടെ നാവിന്റെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ടല്ല ഉള്ളത്, റിലാക്സ് ആയിട്ടാണ് ഉള്ളത് നാവ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്താ, നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ട് നടുഭാഗം കുഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നാവ് കംപ്ലീറ്റ്ലി ഉയർന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടാ? നമ്മുടെ നാവിന്റെ അറ്റം താഴ്ത്തുന്നത് കൊണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ തല കുനിക്കുമ്പോ എന്താവും? നമ്മുടെ ബാക്ക് സൈഡ് ഓട്ടോമാറ്റിക്കലി ഉയരും. അഥവാ ബാക്ക് സൈഡ് മീൻസ് നമ്മൾ ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ തല മാത്രം താഴോട്ടേക്ക് കുനിച്ചിട്ട് വെച്ചാൽ ഉണ്ടാവുന്ന പൊസിഷൻ. അതാണ് ഇപ്പൊ ഇവിടെ നാവിന്റെ കാര്യത്തിലുള്ളത്. അതല്ലാതെ നാവ് ഉയർത്തിയതല്ല, നാവിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്തില്ല, ഉയർന്നിട്ടില്ല. അപ്പൊ അത് എന്താണ്? ലൈറ്റ് ലെറ്റർ ആണ്, താഴ്ത്തി പറയേണ്ട ലൈറ്റ് ലെറ്റർ ആണ്, ഇസ്തിഫാലിന്റെ അക്ഷരാണ്. ഇസ്തിഫാലിന്റെ ലെറ്റർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അത് ഇൻഫിതാഹിന്റെ ഓപ്പൺ ചെയ്തിട്ട് പറയുന്ന ലെറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു വിസിലിംഗ് സൗണ്ട് എന്തായാലും ഉണ്ട് സീനും. സ്വാദ് ഹെവി ലെറ്റർ ആയതുകൊണ്ട് അതിന്റെ ആ സൗണ്ട് എന്തായിരിക്കും? ഹെവി ആയിരിക്കും. സീൻ ആകുമ്പോൾ സീൻ ലൈറ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ സൗണ്ടും ലൈറ്റ് ആയിരിക്കും. അതാണ് ഈ രണ്ട് ലെറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കി എല്ലാം സെയിം ആണ്. സീന് ഹംസിന്റെ ലെറ്റർ ആണ്, സ്വാദ് ഹംസിന്റെ ലെറ്റർ ആണ്, അഥവാ എയർ പുറത്തേക്ക് പോകും. സീന് റഹാവയുടെ ലെറ്റർ ആണ്, സ്വാദും റഹാവയുടെ ലെറ്റർ ആണ്, സൗണ്ട് പുറത്തേക്ക് പോകും. സീന് ലൈറ്റ് ലെറ്റർ ആണ്, അഥവാ ഇസ്തിഫാലിന്റെ ലെറ്റർ ആണ്. സ്വാദ് എന്താണ്? ഇസ്തിഅലായിന്റെ അക്ഷരാണ്, ഹെവി ലെറ്റർ ആണ്. അതുപോലെ തന്നെ സീന് ഇൻഫിതാഹിന്റെ ലെറ്റർ ആണ്, ഓപ്പൺ ചെയ്തിട്ട് പറയുന്ന ലെറ്റർ ആണ്. സ്വാദ് ആകുമ്പോൾ ഇത്ബാഖാണ്, അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവും, കുടിസത് ഉണ്ടാവും.
എന്നാൽ സ്പെഷ്യൽ സിഫ നോക്കുകയാണെങ്കിൽ സീനും സ്വാദും സെയിം സിഫ ആണ്. എന്താണ് സൊഫീർ എന്നുള്ള സിഫ ഉണ്ട് 2 ലെറ്റേഴ്സിനും, അഥവാ ആ ഒരു വിസ്ലിംഗ് സൗണ്ട്. അപ്പോൾ അത് പ്രത്യേകം കേൾക്കണം. ആ ലെറ്റർ പറയുമ്പോൾ അത് കേൾക്കണം. അത് നമ്മൾ എക്സ്ട്രാ കുറേ ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കൊന്നും വേണ്ട. നമ്മൾ ആ ലെറ്റർ കറക്റ്റ് മഖ്റജ് എന്ന് പറയുമ്പോൾ അത് അതിന് ഉണ്ടായിക്കോളും. നമ്മൾ ബിസ്മി ഓതുമ്പോൾ ശ്രദ്ധിക്കുക, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു പോകരുത്. ബിസ്മില്ലാഹി ബിസ് അസ് ബിസ്മില്ലാഹി ബിസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിങ് ആ ലെറ്ററിന് കൊടുക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബറക്കല്ലാഹു ഫീക്കും. അടുത്ത ലെറ്റർ സ. നമ്മൾ പറഞ്ഞു സ്വാദ് സീൻ സ, ഈ 3 ലെറ്റേഴ്സ് ആണ് സെയിം പൊസിഷനിൽ വരുന്ന ലെറ്റർ. അപ്പൊ ഈ ലെറ്റർ എന്താണ്, സായും സെയിം എന്താ പൊസിഷനിൽ തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. നാവിന്റെ അറ്റം താഴത്തെ പല്ലിന്റെ ആ ഒരു ഉൾഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. സൗണ്ട് പോവുക ഇതിന്റെ നടുവിലുള്ള ഒരു സ്പേസിലൂടെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നേരത്തെ സീനും സ്വാദും പറഞ്ഞതിൽ നിന്ന് സായുടെ സൗണ്ട് നല്ല ഡിഫറൻസ് ആണ് അല്ലെ. സ്വാദ് പറഞ്ഞപ്പം അസ്, സീന് പറഞ്ഞപ്പം എസ്, സായപ്പോഴും എസ് എസ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മറ്റു 2 ലെറ്റേഴ്സിൽ നിന്നും ഈ ലെറ്ററിന് ഒരു സിഫ വ്യത്യാസം ഉണ്ടാവണം. അതേതായിരിക്കും നമുക്ക് പറഞ്ഞു നോക്കാം. ജ പറയുമ്പോ കൈ മുന്നിൽ വെച്ച് നോക്കാം, എയർ വരുന്നുണ്ടോ നോക്കാം. ആദ്യം എയർ എന്തില്ല, പുറത്തേക്ക് വരൂല ജ പറയുമ്പം. ഇവൻ നമ്മൾ പറയുമ്പോൾ എയർ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മഖ്റജ് എന്താവാനുണ്ട്, റെഡി ആവാനുണ്ട്. ജ എന്തല്ല, എയർ പുറത്തു പോകാത്ത ലെറ്റർ. അതുകൊണ്ടാണ് ജയുടെ സൗണ്ട് എന്ത് ഈ ഒരു സൗണ്ടിൽ വരുന്നത്, എന്നുള്ളൊരു സൗണ്ട്. അഥവാ ഒരു ബസ്സിങ് സൗണ്ട്. എന്താണ്, ചില ഈച്ച ഒക്കെ വന്നിട്ട് ചെവിന്റെ അടുത്തുനിന്ന് എന്നാക്കുന്ന ആ ഒരു സൗണ്ടാണ് എന്ത് ജാക്ക് ഉണ്ടാവുക. അതും ആ സഫീർ എന്നുള്ള സിഫ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സ്പെഷ്യൽ സിഫ തന്നെയാണ്. അതിന്റെ സൗണ്ട് എന്തുണ്ടാവും, ഈ ലെറ്ററിന്റെ ക്യാരക്ടറിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ജ എന്നുള്ള ലെറ്റർ ബാക്കി എല്ലാ സിഫത്തും നോക്കുകയാണെങ്കിൽ സീനും ജായും സെയിം ആണ്. ആകെ ഡിഫറൻസ് വരുന്നത് എയർ പുറത്തേക്ക് പോകുന്നതും പുറത്തു പോകാത്തതാണ്. സീനും ജ. ഓക്കെ, ജ എയർ പുറത്തു പോയില്ല, സീൻ എയർ പുറത്തു പോകും. ജ സൗണ്ട് നല്ലോണം പുറത്തു പോകുന്നുണ്ട് അല്ലെ. സൗണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ല അവിടെ. സീനും അങ്ങനെ തന്നെയാണ്. ഇനി ലൈറ്റ് ലെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതെ, നാവിന്റെ പൊസിഷൻ നോക്കി നമുക്ക് കാണാൻ പറ്റും. നാവിന്റെ ബാക്ക് സൈഡ് എന്താണ്, താഴ്ന്നിട്ടാണുള്ളത്, റിലാക്സ് ആയിട്ടാണുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അല്ല, ആദ്യം നമ്മൾ എന്താക്കണം, അതിന്റെ ആ ഒരു സൗണ്ട് കൊടുക്കണം, എന്നിട്ടാണ് ഈ ലെറ്റർ ഹറക്ക കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം സിഫ കൊടുത്തിട്ടാണ് എന്താവുക, ആ ലെറ്ററിന്റെ ഹറക്കയിലേക്ക് പോവാ. നമ്മൾ ലെറ്ററിന് ഹറക്കത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ സ പറയുമ്പം പെട്ടെന്ന് സ അല്ല സ സ. ഓക്കെ, അന്ന് വെച്ചിട്ട് ശബ്ദം കൊടുത്തിട്ട് സ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സ സ സ എന്നുള്ള സൗണ്ട് ഫസ്റ്റ് വരും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ലെറ്റേഴ്സ് പറയേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും. സോ സ സ, സോ സ സ, സോദ് സീൻ സ. ഇതിൽ സ്വാദാണ് ഹെവി ലെറ്റർ, സീൻ ജ എന്നുള്ളത് എന്താണ് ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ, അഥവാ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ സിഫ എന്നുള്ളത് എന്താണ്, ഹിദ്ദത്തു സൗത്ത് ആണ്. അഥവാ ശബ്ദത്തിനുള്ള ഒരു മൂർച്ചയാണ് സൗണ്ടിന്റെ. എന്ന് പറയുമ്പോൾ ഒരു സോ. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാല് ആ ഒരു വലിയ സ്പേസിൽ പിന്നെ എന്താവാണ്, നാവ് നമ്മുടെ ഇവിടെ ഒന്നൊന്ന് നാവിന്റെ ഈ ഒരു ഭാഗം ഉയരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, സ്പേസ് കുറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂർച്ചയിലേക്കാണ് എന്താവുന്നത്, സൗണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ലെറ്റേഴ്സിന് ഈ ഒരു ഹെവി സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പം സീനും ജായിനേക്കാളും സ്വാദിന്റെ ആ ഒരു ഇത് എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. കാരണം സ്വാദിന്റെ സൗണ്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. എന്നാ സീൻ എന്നുള്ളത് ആ ഫോഴ്സിൽ തന്നെ അങ്ങോട്ടേക്ക് എന്താവുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അത് ആ ലെറ്റേഴ്സിന്റെ
സഫീറിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സീൻ, എസ്, എസ്, അഫ്, ആ സഫീറിന്റെ ലെവലിലും വ്യത്യാസം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പിന്നീട് പഠിക്കാം. ഇപ്പൊ നമ്മൾ ആ ലെറ്റേഴ്സിന് ഈ ഒരു സിഫ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ കൂടെയുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലെറ്റേഴ്സ് പറയുമ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ, സ, സ, സാദ്, സീൻ, സ നമ്മൾ പറഞ്ഞ സിഫത്തുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എയറിന്റെ സിഫയിൽ നോക്കുമ്പോൾ സ്വാദും സീനും സെയിം ആണ്, സ വ്യത്യാസമാണ്. സൗണ്ടിന്റെ കാര്യത്തിൽ 3 ലെറ്റേഴ്സും സെയിം ആണ്. പിന്നെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ സ്വാദ് അവിടെ ഡിഫറെന്റ് ആയി, സീനും സയും സെയിം ആണ്. കംപ്രഷൻ നോക്കുകയാണെങ്കിലും സ്വാദ് ഡിഫറെന്റ് ആയി, സീനും സയും സെയിം ആണ്. സ്പെഷ്യൽ സിഫ എല്ലാതും എന്തുണ്ട്, 3 ലെറ്ററിനുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരേ മഹ്റജിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സിന് എന്തെങ്കിലും ഒരു സിഫ എങ്കിലും എന്തുണ്ടാവും, അതിന് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ആ ലെറ്ററിന്റെ സൗണ്ടിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ സിഫ പഠിക്കുന്നതിലൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, സിഫാത്ത് പഠിക്കുന്നത് ഹംസിന്റെ അക്ഷരങ്ങൾ ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ എയർ വരുന്ന അക്ഷരങ്ങൾ ഇന്നതാണ്, സൗണ്ട് നല്ലോണം പുറത്തേക്ക് പോകുന്ന അക്ഷരങ്ങൾ ഇന്നതാണ്, ഉയർത്തി പറയേണ്ട അക്ഷരങ്ങൾ ഇന്നതാണ്. അങ്ങനെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സിഫ പഠിക്കുന്നത്. സിഫ അല്ലെങ്കിൽ നമ്മൾ ആ അക്ഷരം പറയുമ്പോൾ കുറച്ചുകൂടെ എയർ കൊടുക്കണം, ഈ അക്ഷരം പറയുമ്പോൾ കുറച്ചും കൂടെ സൗണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ സൗണ്ട് കൊടുക്കണം, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സിഫാത്ത് പഠിക്കുന്നത്. പിന്നെന്തിനാണ് നമ്മൾ പറയുന്ന മഖ്റജ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഫാത്ത് പഠിക്കുന്നത്. അഥവാ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സീന് പറയുമ്പം എസ് എന്ന് പറയുമ്പം ആ ഒരു സഫീർ സൗണ്ട്, എസ് എന്നുള്ള സൗണ്ട് വരണം. അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ എന്താക്കേണ്ടതില്ല, സോഫ്റ്റ്വെയർ സൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ലെറ്റർ നമ്മൾ കറക്റ്റ് മഖ്റജ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് വരും. നമ്മൾ പറയുമ്പോൾ ആ സൗണ്ട് വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ സിഫ പഠിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ആ സൗണ്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന അക്ഷരത്തിന്റെ മഖ്റജ് ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ശരിയാക്കേണ്ടത്, നമ്മുടെ നാവിന്റെ പൊസിഷൻ, നമ്മൾ വെക്കുന്ന സ്ഥലമാണ് ശരിയാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കുറെ ആ ഒരു എന്നുള്ള സൗണ്ട് എക്സ്ട്രാ കൊടുക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പകരം നമ്മൾ ആ മഖ്റജ് പറയുന്നത് ഒന്നുകൂടെ റെഡിയാക്കാം. നമ്മൾ ഖാഫ് പറയുമ്പോ ഖോ, അഖ്, ഖോ, ആ ഒരു ഹെവിനെസ് വരുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന മഖ്റജ് അവിടെ റെഡി ആയിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ നമ്മളെ ചുണ്ടിനെ കൂർപ്പിച്ചിട്ട് ഖോ എന്ന് പറയല്ല വേണ്ടത്. ഇനി ജീമ് പറയുമ്പം അജ്, ജ പറയുമ്പം എയർ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, സൗണ്ട് പുറത്തേക്ക് ഫ്ലോ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നാവിന്റെ പൊസിഷൻ എന്തായിട്ടില്ല, കറക്റ്റ് ആയിട്ടില്ല, നമ്മൾ നാവ് വെച്ചത് ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ ആ മഖ്റജിനാണ് ശരിയാക്കേണ്ടത്. അതിനാണ് നമ്മൾ മഖ്റജും സിഫാത്തും ഒന്നിച്ച് പഠിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഫോക്കസ് കൊടുക്കേണ്ടത് മഖ്റജിലാണ്. മഖ്റജ് കറക്റ്റ് ആയാൽ അതിന്റെ കൂടെ സിഫ വരും. മഖ്റജ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ആ സിഫ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആ സിഫാത്ത് ഇല്ലെങ്കിൽ മഖ്റജാണ് ശരിയാക്കേണ്ടത്, അല്ലാതെ എക്സ്ട്രാ സിഫത്ത് കൊടുക്കല്ല വേണ്ടത്. കാരണം ഈ സിഫ എന്നുള്ളത് ഈ അക്ഷരത്തിന്റെ കൂടെ ഉള്ള കാര്യമാണ്. അപ്പൊ അത് ആ അക്ഷരം ശരിയായ രീതിയിൽ പറയുമ്പോൾ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. താഴെ നമുക്ക് പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാൾ കൂടുതൽ നമ്മുടെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.